എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് LPUP കറണ്ട് അഫയേഴ്സിലെ 2024 ജനുവരി മുതൽ 2024 ജൂലൈ വരെയുള്ള പ്രധാന കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യം പറയുന്നത് എക്സ്പോസാറ്റിനെ കുറിച്ചാണ്. 2024 ISROയുടെ ആദ്യ വിക്ഷേപണമാണ് എക്സ്പോസാറ്റ്. 2024 ISROയുടെ ആദ്യ വിക്ഷേപണമാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. ഇത് ISROയുടെ 60ാമത്തെ വിക്ഷേപണമാണ് കേട്ടോ. അപ്പോൾ ISROയുടെ 60ാമത്തെ വിക്ഷേപണമാണ് എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റിന്റെ വിക്ഷേപണ വാഹനമാണ് PSLV C58. PSLV C58 ആണ് എക്സ്പോസാറ്റിന്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ബഹിരാകാശത്തെ എക്സ്റേ സ്രോതസ്സുകളെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്പോസാറ്റ് വിക്ഷേപിച്ചിട്ടുള്ളത്. ബഹിരാകാശത്തെ എക്സ്റേ സ്രോതസ്സുകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തത് ISROയും രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാംഗ്ലൂരും ചേർന്നിട്ടാണ് കേട്ടോ. അപ്പോൾ രൂപകൽപ്പന ചെയ്തത് ആരൊക്കെയാണ്? ISRO ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂർ. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 10 ഉപഗ്രഹങ്ങളാണ്. 10 ഉപഗ്രഹങ്ങളുണ്ട്. അതിൽ ഉൾപ്പെട്ട ഒരു ഉപഗ്രഹമാണ് വിസാറ്റ്. വിസാറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. തിരുവനന്തപുരം പൂജപ്പുര LBS എഞ്ചിനീയറിംഗ് കോളേജിലെ വനിതാ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉപഗ്രഹമാണെന്ന് പറയുന്നത് വിസാറ്റ് കേട്ടോ. അപ്പോൾ പ്രത്യേകം ചോദിക്കും ചിലപ്പോൾ, വനിതാ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉപഗ്രഹം ഏതെന്ന് വെച്ചാൽ വിസാറ്റ്. അപ്പോൾ എക്സ്പോസാറ്റിലെ ഒരു സബ് ഉപഗ്രഹമാണ് എന്ന് പറയുന്നത് വിസാറ്റ് എന്ന് പറയുന്നത്. ഇത് വിസാറ്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് രശ്മികളെ സാന്ദ്രത കണ്ടെത്തലാണ് കേട്ടോ. അൾട്രാ വയലറ്റ് രശ്മികളുടെ സാന്ദ്രത കണ്ടെത്തൽ. അപ്പോൾ അൾട്രാ വയലറ്റ് രശ്മികളുടെ സാന്ദ്രത കണ്ടെത്തലാണ് വിസാറ്റ് ഉപഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. എക്സ്പോസാറ്റിലെ വേറെ അടുത്തൊരു ഉപഗ്രഹമാണ് പറയുന്നത് ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച എക്സ്പോസാറ്റിലെ ഉപഗ്രഹമാണ് ഫ്യുവൽ സെൽ പവർ സിസ്റ്റം. അതായത് 180 വാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ISRO ആദ്യമായിട്ടാണ് ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഈ എക്സ്പോസാറ്റിലെ ഫ്യുവൽ സെൽ പവർ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക, അത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സ്പോസാറ്റ് എന്ന് പറയുന്നത് 60ാമത്തെ വിക്ഷേപണമാണ്. ISROയുടെ വിക്ഷേപണ വാഹനം PSLV C58 ആണ്. ഇത് രൂപകൽപ്പന ചെയ്തത് ISROയും രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നിട്ടാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എക്സ്റേ സ്രോതസ്സുകളെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലുള്ള സബ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ടോട്ടൽ 10 ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് വിസാറ്റ് ആണ്. അത് വനിതകൾ നിർമ്മിച്ചാണെന്ന് ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ ഈ വിസാറ്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് രശ്മികളുടെ സാന്ദ്രത കണ്ടെത്തലാണെന്ന് ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ ബഹിരാകാശത്ത് ആദ്യമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതും ഫ്യുവൽ സെൽ പവർ സിസ്റ്റം, അതായത് എക്സ്പോസാറ്റിലെ ഫ്യുവൽ സെൽ പവർ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. 180 വാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. നമുക്കിനി അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആദിത്യ L1 ആണ് കേട്ടോ. ആദിത്യ L1 മിഷനിലെ ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് എന്തെന്ന് പറയുന്നത് ആദിത്യ L1 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ്. വാഹനം എന്ന് പറയുന്നത് PSLV C57 ആണ് കേട്ടോ. PSLV C57 ആണ് ആദിത്യ L1 വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. PSLV C57 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണ് കേട്ടോ. 2023 സെപ്റ്റംബർ 2-ന് വിക്ഷേപിച്ചു. ഈ വിക്ഷേപിച്ചത് ലാൻഗ്രാഞ്ച് ബിന്ദുവിൽ എത്തിയതെന്നാണ് 2024 ജനുവരി 6-നാണ് കേട്ടോ. അപ്പോൾ ലാൻഗ്രാഞ്ച് ബിന്ദുവിൽ എത്തിയത് എന്നാണ് 2024 ജനുവരി 6-നാണ്. ഇതിന്റെ ആദിത്യ L1ന്റെ പ്രൊജക്ട് ഡയറക്ടറാണ് നിഗർ ഷാജിയാണ് പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? നിഗർ ഷാജി. ഇതിന്റെ ദൗത്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സൂര്യന്റെ പുറംഭാഗത്തെ താപവ്യത്യാസം, അതേപോലെ തന്നെ ബഹിരാകാശ കാലാവസ്ഥ, സൗര കൊടുങ്കാറ്റിന്റെ ഫലങ്ങൾ എന്നിവയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ആദിത്യ L1 വിക്ഷേപിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദിത്യ L1നെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് ആദിത്യ L1. അതേപോലെ തന്നെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് PSLV C57 ആണ്. വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണെന്ന് ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ ലാൻഗ്രാഞ്ച് ബിന്ദുവിൽ എത്തിയത് 2024 ജനുവരി 6-നാണ്. ഇതിന്റെ പ്രൊജക്ട് ഡയറക്ടറാണ് നിഗർ ഷാജി. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സൂര്യന്റെ പുറം ഭാഗത്തെ താപവ്യത്യാസം, അതേപോലെ തന്നെ ബഹിരാകാശ കാലാവസ്ഥ, സൗര കൊടുങ്കാറ്റിന്റെ ഫലങ്ങൾ എന്നിവയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആദിത്യ L1 വിക്ഷേപിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2024 ജനുവരിയിൽ അന്തരിച്ച ചെമ്മീൻ എന്ന നോവൽ ജാപ്പനീസ് ഭാഷയിലേക്ക് മൊഴിമാറ്റിയ വ്യക്തി. ഇതാണ് തക്കാക്ക മുല്ലൂർ. തക്കാക്ക മുല്ലൂർ ആണ് കേട്ടോ. അപ്പോൾ 2024 ജനുവരിയിലാണ് അദ്ദേഹം അന്തരിച്ചിട്ടുള്ളത്. ഇദ്ദേഹം എന്താ ചെയ്തിട്ടുള്ളത്? ചെമ്മീൻ എന്ന നോവൽ ജാപ്പനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണെന്ത്? തക്കാക്ക മുല്ലൂർ. അടുത്ത ക്വസ്റ്റ്യൻ, ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ 1850 ശേഷമുള്ള ഏറ്റവും ചൂടേറിയ വർഷമാണ് 2023 ട്ടോ. അപ്പൊ ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിന് ശേഷമുള്ള 1850 ശേഷമുള്ള ഏറ്റവും ചൂടേറിയ വർഷമാണ് എന്തെന്ന് പറയുന്നത്? 2023 ആണ് ട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനം സമർ ആണ് ട്ടോ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ് സമർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ് സമർ. അടുത്തത്, ആകാശത്തിലെ 4 ലക്ഷ്യങ്ങളെ ഒരേ സമയം തകർക്കുന്ന മിസൈലാണ് ആകാശ്. ആകാശത്തിലെ 4 ലക്ഷ്യങ്ങളെ ഒരേ സമയം തകർക്കുന്ന മിസൈലാണ് ആകാശ്. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനാണ് സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള BR ഗവായി ട്ടോ. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനാണ് ആര്? നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള BR ഗവായി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. അടുത്തത്, ഇന്ത്യയുടെ സ്വന്തം ആളില്ലാ നിരീക്ഷണ വിമാനമാണ് ദൃഷ്ടി 10 സ്റ്റാർലൈനർ. ഇന്ത്യയുടെ സ്വന്തം ആളില്ലാ നിരീക്ഷണ വിമാനമാണെന്ത്? ദൃഷ്ടി 10 സ്റ്റാർലൈനർ. അടുത്തത്, കുണ്ട്ര വിളംബരത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ജനുവരി 11 ആഘോഷിച്ചത്? 215. കുണ്ട്ര വിളംബരത്തിന്റെ 215ാമത്തെ വാർഷികമാണ് 2024 ജനുവരി 11 ആഘോഷിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലം ശിവട്ടി നവശേവ അടൽ സേതു. അപ്പം ശിവട്ടി നവശേവ അടൽ സേതു ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കടൽ പാലം എന്ന് പറയുന്നത് ശിവട്ടി നവശേവ അടൽ സേതു. ഇതിന്റെ ടോട്ടൽ നീളം എന്ന് പറയുന്നത് 21.8 കിലോമീറ്റർ ആണ്. ഇത് കടലിലൂടെയുള്ള നീളം എന്ന് പറയുന്നത് 16.5 കിലോമീറ്റർ. കടലിലൂടെ 16.5 കിലോമീറ്ററും ടോട്ടൽ പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് 21.8 കിലോമീറ്ററുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലമാണ് ശിവട്ടി നവശേവ അടൽ സേതു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 ജനുവരി 16 100ാം ചരമവാർഷികം ആഘോഷിക്കുന്ന നവോത്ഥാന നായകനാണ് കുമാരനാശാൻ. 2024 ജനുവരി 16 100ാം ചരമവാർഷികം ആഘോഷിക്കുന്ന നവോത്ഥാന നായകൻ. 100ാം ചരമവാർഷികം ആഘോഷിക്കുന്ന നവോത്ഥാന നായകനാണ് കുമാരനാശാൻ. കുമാരനാശാനാണ് 100ാം ചരമവാർഷികം ആഘോഷിക്കുന്നത്. അപ്പോൾ 2024 ജനുവരി 16 100ാം ചരമവാർഷികം ആഘോഷിക്കുന്ന നവോത്ഥാന നായകനാണ് കുമാരനാശാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3യിൽ വിക്രം ലാൻഡറിൽ ഘടിപ്പിച്ചിട്ടുള്ള നാസയുടെ പഠനോപകരണം ആണ് റിട്രോ റിഫ്ലക്ടർ. അപ്പോ ചന്ദ്രയാൻ 3യിൽ വിക്രം ലാൻഡറിൽ ഘടിപ്പിച്ചിട്ടുള്ള നാസയുടെ പഠന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? റിട്രോ റിഫ്ലക്ടർ. അടുത്തത്, ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ISROയ്ക്ക് ഐസ്ലാൻഡിലെ കുഗാവിക് മ്യൂസിയം നൽകിയ പുരസ്കാരമാണ് ലീഫ് എറിക്സൺ ലൂണാർ. ലീഫ് എറിക്സൺ ലൂണാർ എന്ന പുരസ്കാരം ആരാണ് നൽകിയിട്ടുള്ളത്? ഐസ്ലാൻഡിലെ ഹുസാവിക് ആണ്. ഹുസാവിക് മ്യൂസിയം നൽകിയിട്ടുള്ള പുരസ്കാരമാണ് ലീഫ് എറിക്സൺ ലൂണാർ. അപ്പൊ ചന്ദ്രയാൻ 3 ദൗത്യത്തിന് ISROയ്ക്ക് ഐസ്ലാൻഡിലെ ഹുസാവിക് മ്യൂസിയം നൽകിയിട്ടുള്ള പുരസ്കാരമാണ് ലീഫ് എറിക്സൺ ലൂണാർ. ചന്ദ്രയാൻ 3 ദൗത്യ സംഘത്തിന് 2024 ഒരു പുരസ്കാരം കൂടി കിട്ടിയിട്ടുണ്ട്. ജോൺ ആൻഡ് ജാക്ക് സിഗേർട്ട് ജൂനിയർ പുരസ്കാരം കൂടി ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ജോൺ ആൻഡ് ജാക്ക് സിഗേർട്ട് ജൂനിയർ പുരസ്കാരം.
അടുത്തത് ചന്ദ്രനിൽ ഇറങ്ങിയ ജപ്പാന്റെ പേടകമാണ് മൂൺ സ്നൈപ്പർ കേട്ടോ. മൂൺ സ്നൈപ്പർ ആണ് ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുള്ള ജപ്പാന്റെ പേടകമാണ് മൂൺ സ്നൈപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ, അന്തരിച്ച മലയാളി കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അപ്പൊ അന്തരിച്ച മലയാള കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അടുത്തത്, നിയമസഹായത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ന്യായ സേതു ടോൾ ഫ്രീ നമ്പറാണ് 14454. അപ്പൊ നിയമസഹായത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ന്യായ സേതു ടോൾ ഫ്രീ നമ്പറാണ് 14454. അടുത്തത്, രാജ്യത്തിന്റെ 75ാം റിപ്പബ്ലിക് ദിന പരേഡിന്റെ വിശിഷ്ട വ്യക്തി ആരാണ്? വിശിഷ്ട അതിഥി ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് ഇദ്ദേഹം, ഇമ്മാനുവൽ മാക്രോൺ. അപ്പൊ രാജ്യത്തിന്റെ 75ാം റിപ്പബ്ലിക് ദിനത്തിലെ വിശിഷ്ട വ്യക്തിയാണ് ഇമ്മാനുവൽ മാക്രോൺ. അടുത്തത്, രോഗങ്ങളുടെ പരിചരണത്തിനായിട്ടുള്ള സർക്കാരിന്റെ പദ്ധതിയാണ് കെയർ പദ്ധതി കേട്ടോ. അപ്പൊ രോഗങ്ങളുടെ പരിചരണത്തിനുള്ള സർക്കാരിന്റെ പദ്ധതിയാണ് കെയർ പദ്ധതി. അടുത്തത്, ദയാനന്ദ സരസ്വതിയുടെ എത്രാമത്തെ ജന്മദിനാഘോഷമാണ് 2024 ഫെബ്രുവരി 10 ആഘോഷിച്ചത്? 200 കേട്ടോ. അപ്പൊ ദയാനന്ദ സരസ്വതിയുടെ എത്രാമത്തെ ജന്മദിനാഘോഷമാണ് 2024 ഫെബ്രുവരി 10 ആഘോഷിച്ചിട്ടുള്ളത്? 200ാമത്തെ ജന്മദിനാഘോഷമാണ് നടന്നിട്ടുള്ളത് കേട്ടോ 2024 ഫെബ്രുവരി 10. അടുത്ത ക്വസ്റ്റ്യൻ, ബഹിരാകാശത്തെ 878 ദിവസം താണ്ടി റെക്കോർഡിട്ട റഷ്യൻ സഞ്ചാരിയാണ് കൊനേനെൻകോ ആണ്. ബഹിരാകാശത്തെ 878 ദിവസം താണ്ടി റെക്കോർഡിട്ട റഷ്യൻ സഞ്ചാരിയാണ് ലൈഗ് കൊനേനെൻകോ. അടുത്തത്, രൂപീകരിച്ചതിന്റെ 100 വർഷം ആഘോഷിക്കുന്ന വാഗ്ബടാനന്ദൻ രൂപീകരിച്ച പ്രസ്ഥാനമാണ് ULCC. അപ്പോൾ രൂപീകരിച്ചതിന്റെ 100 വർഷം ആഘോഷിക്കുന്ന വാഗ്ബടാനന്ദൻ രൂപീകരിച്ച പ്രസ്ഥാനമാണ് ULCC. ഇന്ത്യയുടെ ലക്ഷദ്വീപിലെ പുതിയ വിമാനത്താവളമാണ് INS ജഡായു. ഇന്ത്യയുടെ ലക്ഷദ്വീപിലെ പുതിയ വിമാനത്താവളമാണ് INS ജഡായു. അടുത്തത്, ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. അപ്പൊ ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. അടുത്തത്, ഇന്ത്യയുടെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാതയാണ് ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റോഡ് ലിങ്ക് കേട്ടോ. റോഡ് ലിങ്ക് അല്ല, റെയിൽ ലിങ്ക്. അതിനെ T50 എന്നറിയപ്പെടുന്നു കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്ക പാതയാണ് ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക്, T50 എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പ്രത്യേകം നോട്ട് ചെയ്യുക, T50. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ ലാൻഡറാണ് ഒഡീസിയസ്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ ലാൻഡറാണ് ഇത് ഒഡീസിയസ് കേട്ടോ. അപ്പൊ ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ ലാൻഡറാണ് ഒഡീസിയസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 3 ക്രിമിനൽ നിയമങ്ങൾക്ക് പകരമുള്ള ഭാരതീയ നിയമങ്ങൾ നിലവിൽ വരുന്നത് 2024 ജൂലൈ 1. അപ്പൊ ഇന്ത്യയുടെ 3 ക്രിമിനൽ നിയമങ്ങൾക്ക് പകരമുള്ള ഭാരതീയ നിയമങ്ങൾ നിലവിൽ വരുന്നതെന്നാണ് 2024 ജൂലൈ 1 കേട്ടോ. അതേപോലെ തന്നെ ഏതൊക്കെയാണ് നിയമം നോക്കാം. ഇന്ത്യൻ ശിക്ഷാ നിയമം, അതായത് IPC 1860 പകരമായിട്ടുള്ള ഏതാണ്? ഭാരതീയ ന്യായ സംഹിത 2023 കേട്ടോ. ഭാരതീയ ന്യായ സംഹിത 2023. അപ്പൊ ഇന്ത്യൻ ശിക്ഷാ നിയമം IPCക്ക് പകരമായിട്ടുള്ളത് ഭാരതീയ ന്യായ സംഹിത 2023. അടുത്തത്, ക്രിമിനൽ നടപടി ചട്ടം CRPC 1893, അതേപോലെ തന്നെ 1973. ഇതിന് പകരമായിട്ടുള്ളതാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 ക്രിമിനൽ നടപടി ചട്ടത്തിന് പകരമുള്ളത്. അതേപോലെ തന്നെ ഇന്ത്യൻ തെളിവ് നിയമം 1872 പകരം ഭാരതീയ സാക്ഷ്യ അധിനിയം നിയമം. ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരം ഭാരതീയ സാക്ഷ്യ അധിനിയം നിയമമാണ് കേട്ടോ.
അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ പാലമാണ് സുദർശൻ സേതു. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ പാലമാണ് സുദർശൻ സേതു. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ പാലമാണ് സുദർശൻ സേതു. ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സായുധ സേന വിഭാഗമാണ് CISF കേട്ടോ. ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സായുധ സേന വിഭാഗമാണ് CISF. അപ്പൊ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ അടുത്തൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സുപ്രീം കോടതിയുടെ എത്രാമത്തെ വാർഷികമാണ് 2024 ജനുവരി 28 ആഘോഷിച്ചത്? 75 കേട്ടോ. അപ്പൊ സുപ്രീം കോടതിയുടെ 75ാമത്തെ വാർഷികമാണ് 2024 ജനുവരി 28 ആഘോഷിച്ചത്. അടുത്തത്, രാജ്യത്ത് ആദ്യമായി ലയിക്കുന്ന 2 സ്മാൾ ഫിനാൻസ് ബാങ്കുകൾ ഏതൊക്കെയാ? ഫിൻകെയറും അതേപോലെ തന്നെ AU സ്മാൾ ഫിനാൻസ് ബാങ്കും കേട്ടോ. ഫിൻകെയറും അതേപോലെ തന്നെ AU സ്മാൾ ഫിനാൻസ് ബാങ്കും കൂടിയാണ് ലയിക്കുന്നത്. രാജ്യത്ത് ആദ്യമായി ലയിക്കുന്ന 2 സ്മാൾ ഫിനാൻസ് ബാങ്കുകളാണ് ഫിൻകെയർ ആൻഡ് AU സ്മാൾ ഫിനാൻസ് ബാങ്ക്. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണലാണ് ഹൂഗ്ലി നദിക്ക് കുറുകെയുള്ളതാണ് കൊൽക്കത്ത മെട്രോ ആണ് കേട്ടോ. കൊൽക്കത്ത മെട്രോയുടെ ഹൂഗ്ലി നദിക്ക് കുറുകെയാണ് രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ കേട്ടോ. ഇത് ഏതൊക്കെ നഗരങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്? ഹൗറയെയും സാൾട്ട് ലേക്കിനെയും ബന്ധിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഹൗറയെയും സാൾട്ട് ലേക്കിനെയും ബന്ധിപ്പിക്കുന്നതാണ്. ഇതിനെ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ എന്നും കൂടി ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അടുത്തത്, ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ട തുരങ്കപാതയാണ് സെലാ ടണൽ അരുണാചൽ പ്രദേശ്. ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ട തുരങ്കപാതയാണ് സെലാ ടണൽ അരുണാചൽ പ്രദേശ്. ഇതിൽ ഒന്നാമത്തെ തുരങ്കം എന്ന് പറയുന്നത് 980 മീറ്ററും രണ്ടാമത്തെ തുരങ്കം എന്ന് പറയുന്നത് 1555 മീറ്ററുമാണ് കേട്ടോ. ഒന്നാമത്തെ തുരങ്കം 980 മീറ്ററും രണ്ടാമത്തെ തുരങ്കം എന്ന് പറയുന്നത് 1555 മീറ്ററുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവായുധ വാഹക ശേഷിയുള്ള ബഹുലക്ഷ്യ മിസൈലാണ് അഗ്നി 5 കേട്ടോ. അപ്പൊ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവായുധ വാഹക ശേഷിയുള്ള ബഹുലക്ഷ്യ മിസൈലാണ് അഗ്നി 5. ഈ അഗ്നി 5 കഴിഞ്ഞ UP എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടി പഠിച്ചു വെക്കുക. ഈ ദൗത്യത്തിന് പറയുന്ന പേരാണ് മിഷൻ ദിവ്യാസ്ത്ര കേട്ടോ. അപ്പൊ അഗ്നി 5ന്റെ ദൗത്യത്തെ പറയുന്ന പേരാണ് മിഷൻ ദിവ്യാസ്ത്രയാണ്. ദൗത്യത്തിൽ നയിച്ചത് ആരാണ്? ഷീന റാണിയാണ് കേട്ടോ. ഷീന റാണിയാണ് ദൗത്യം നയിച്ചത്. മലയാളി ശാസ്ത്രജ്ഞയാണ്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ദൗത്യം നയിച്ചത് ഷീന റാണി, മലയാളി ശാസ്ത്രജ്ഞ. ദൗത്യത്തിന്റെ പേരാണ് മിഷൻ ദിവ്യാസ്ത്ര. അപ്പോ അഗ്നി 5 ആണ് മിസൈൽ എന്ന് പറയുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള ആണവായുധ വാഹക ശേഷിയുള്ള ബഹുലക്ഷ്യ മിസൈലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പുതിയ വിമാന കമ്പനി ഫ്ലൈ 91 കേട്ടോ. മലയാളിയായിട്ടുള്ള മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള പുതിയ വിമാന കമ്പനിയാണ് ഫ്ലൈ 91. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഗോവയാണ്. ആദ്യ സർവീസ് ആരംഭിച്ചിട്ടുള്ള എവിടെ നിന്നാണ്? ഗോവ മുതൽ അഗത്തി വരെ കേട്ടോ. ആദ്യ സർവീസ് ഗോവ ടു അഗത്തി, ഗോവ മുതൽ അഗത്തി വരെ. അടുത്തത്, മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ്? നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ. നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ ആണ് കേട്ടോ. നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ലോഞ്ച് പാഡാണ് ധനുഷ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ലോഞ്ച് പാഡാണ് ധനുഷ്. ഇന്ത്യയിലെ രാജ്യത്തെ ആദ്യത്തെ സെമി ക്രയോജനിക് റോക്കറ്റ് ആണ് അഗ്നിബാൺ. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ സെമി ക്രയോജനിക് റോക്കറ്റ് ആണ് അഗ്നിബാൺ. ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആസ്ട്രോഫിസിക്സ് പ്രൊഫസർ ആയിട്ടുള്ള ജയന്ത് മൂർത്തിയുടെ പേരിൽ അറിയപ്പെടുന്ന ചിഹ്നഗ്രഹമാണ് 2005 EX 296 കേട്ടോ. അപ്പൊ ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ജയന്ത് മൂർത്തി കേട്ടോ. പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക. ജയന്ത് മൂർത്തിയുടെ പേരിൽ അറിയപ്പെടുന്ന ചിഹ്നഗ്രഹമാണ് 2005 EX 296. ലോകത്ത് ആദ്യമായി ഏത് വിമാനത്താവളത്തിലാണ്
ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കേട്ടോ. രാജ്യത്തല്ല, ലോകത്താണ് കേട്ടോ. ലോകത്ത് ആദ്യമായിട്ട് ഏത് വിമാനത്താവളത്തിലാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. പൗരത്വ ഭേദഗതി നിയമം വ്യവസ്ഥകൾ നടപ്പിലാക്കുന്ന ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതെന്നാണ്? 2024 മാർച്ച് 11 കേട്ടോ. 2024 മാർച്ച് 11 പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് 2024 മാർച്ച് 11. അതേപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതി പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കുവാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1032 കേട്ടോ. അപ്പൊ 1032 പൗരത്വ നിയമ ഭേദഗതി പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കുവാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1032. അടുത്ത നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ജീവനക്കാരെ നിയോഗിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് ഓർഡർ കേട്ടോ. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മായി ബന്ധപ്പെട്ട് ജീവനക്കാരെ നിയോഗിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് ഓർഡർ. അതേപോലെ തന്നെ സമ്മതിദാന അവകാശത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്വീപ് കേട്ടോ. അപ്പോൾ സമ്മതിദാന അവകാശത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ആയിട്ട് നടപ്പാക്കിയിട്ടുള്ള പദ്ധതിയാണ് സ്വീപ്. സ്വീപിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ കേട്ടോ. അതായത് സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ ആണ് സ്വീപ്. അടുത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിയുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകുന്നതിന് രൂപീകരിച്ചിട്ടുള്ള ആപ്പാണ് സി വിജിൽ. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകുന്നതിന് രൂപീകരിച്ചിട്ടുള്ള ആപ്പാണ് എന്ത്? സി വിജിൽ. അടുത്തത് തിരഞ്ഞെടുപ്പ് ഏകോപനത്തിനായി തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് എൻകോർ. അപ്പോൾ തിരഞ്ഞെടുപ്പ് ഏകോപനത്തിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് എന്ത്? എൻകോർ. തിരഞ്ഞെടുപ്പ് ഏകോപനത്തിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് എൻകോർ. അതേപോലെ തന്നെ അർഹമായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ. അപ്പൊ അർഹമായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയിട്ടുള്ള രാജ്യത്തെ ജില്ലയാണ് കണ്ണൂർ. അടുത്തത് സ്ഥാനാർത്ഥിയുടെ യോഗ്യതയും ക്രിമിനൽ പശ്ചാത്തലവും നേരിട്ട് അറിയുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച ആപ്പ് ആണ് നോ യുവർ കാൻഡിഡേറ്റ് കേട്ടോ. നോ യുവർ കാൻഡിഡേറ്റ് ആപ്പ് KYC ആപ്പാണ് കേട്ടോ. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ യോഗ്യതയും ക്രിമിനൽ പശ്ചാത്തലവും നേരിട്ട് അറിയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ചിട്ടുള്ള ആപ്പാണ് നോ യുവർ കാൻഡിഡേറ്റ് KYC ആപ്പ്. അടുത്തത് ക്വസ്റ്റ്യൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച കാഴ്ച പരിമിതർക്ക് വോട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് ഡെമ്മി ബ്രെയിൻലി ബാലറ്റ് കേട്ടോ. ബ്രെയിലി ബാലറ്റ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച കാഴ്ച പരിമിതർക്ക് വോട്ട് ചെയ്യാനുള്ള സംവിധാനമാണ് ഡെമ്മി ബ്രെയിലി ബാലറ്റ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 മാർച്ച് 30 100 വർഷം തികയുന്ന നവോത്ഥാന പ്രസ്ഥാനമാണ് വൈക്കം സത്യാഗ്രഹം കേട്ടോ. പ്രക്ഷോഭം, നവോത്ഥാന പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. ഇപ്പൊ 2024 മാർച്ച് 30 100 വർഷം തികയുന്ന നവോത്ഥാന പ്രക്ഷോഭമാണ് ഇത് വൈക്കം സത്യാഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനമാണ് തേജസ് മാർക്ക് 1A. അപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള യുദ്ധവിമാനമാണ് തേജസ് മാർക്ക് 1A. രാജ്യത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ വാഹന നിർമ്മാതാക്കളാണ് സ്കൈ റൂട്ട് എയറോസ്പേസ്. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ വാഹന നിർമ്മാതാക്കളാണ് സ്കൈ റൂട്ട് എയറോസ്പേസ്. 2024 ഏപ്രിലിൽ അന്തരിച്ച ദൈവഗണം കണ്ടെത്തിയ വ്യക്തിയാണ് പീറ്റർ ഹിറ്റ്സ് കേട്ടോ. അപ്പൊ 2024 ഏപ്രിലിൽ അന്തരിച്ച ദൈവഗണം കണ്ടെത്തിയ വ്യക്തിയാണ് പീറ്റർ ഹിറ്റ്സ്. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി ഗോപി ചന്ദ് തോട്ടുകുറ. അപ്പൊ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് ഗോപി ചന്ദ് തോട്ടുകുറ. കേരളത്തിലെ ആദ്യ ഡബിൾ ഡെക്കർ തീവണ്ടി കോയമ്പത്തൂർ ബാംഗ്ലൂർ ഉദയ് എക്സ്പ്രസ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ തീവണ്ടിയാണ് കോയമ്പത്തൂർ ബാംഗ്ലൂർ ഉദയ് എക്സ്പ്രസ്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രെയിനുകൾ കൂട്ടിയിടിച്ചുള്ള അപകടങ്ങൾ തടയുക
ചുവപ്പ് സിഗ്നൽ മറികടന്നു പോകുന്ന ട്രെയിനുകൾ സുരക്ഷിതമായി നിർത്തുക, അമിത വേഗം നിയന്ത്രിക്കുക എന്നിവയ്ക്കായി നടപ്പിലാക്കുന്ന സുരക്ഷാ സംവിധാനമാണ് കവച്. അപ്പോൾ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുള്ള അപകടം തടയുക, ചുവപ്പ് സിഗ്നൽ മറികടന്നു പോകുന്ന ട്രെയിനുകൾ സുരക്ഷിതമായി നിർത്തുക, അമിത വേഗം നിയന്ത്രിക്കുക എന്നിവയ്ക്കായി നടപ്പിലാക്കുന്ന സംവിധാനമാണ്. ഇന്ത്യൻ സർവീസ് ആരംഭിക്കുന്ന വർഷമാണ് 2026. ഇന്ത്യൻ എയർ ടാക്സി സംവിധാനം ആരംഭിക്കുന്ന വർഷം 2026. 50 വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുന്നത് 2024 ഏപ്രിൽ 8-നാണ് കേട്ടോ. 50 വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടന്നത് 2024 ഏപ്രിൽ 8-ന്. നടന്ന സമയമാണ് രാത്രി 9:12 മുതൽ 9 പുലർച്ചെ 2:22 വരെയാണ് കേട്ടോ. അതേപോലെ തന്നെ പൂർണ്ണ സൂര്യഗ്രഹണം നടന്ന സമയമാണ് 4 മിനിറ്റ് 27 സെക്കൻഡ്. 4 മിനിറ്റ് 27 സെക്കൻഡ് ആണ് പൂർണ്ണ സൂര്യഗ്രഹണം നടന്ന സമയം. അടുത്ത സൂര്യഗ്രഹണം നടക്കുന്നത് 2026 ഓഗസ്റ്റ് 12-നാണ്. അടുത്ത സൂര്യഗ്രഹണം നടക്കുന്നത് 2026 ഓഗസ്റ്റ് 12. അടുത്ത ക്വസ്റ്റ്യൻ, ലക്ഷദ്വീപിലെ ആദ്യ സ്വകാര്യ ബാങ്ക്. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ആണ് HDFC ബാങ്ക്. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് HDFC ബാങ്ക്. രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. ചട്ടമ്പിസ്വാമി പൂജാവർഷ പുരസ്കാരം നേടിയത് PS ശ്രീധരൻപിള്ള. ചട്ടമ്പിസ്വാമി പൂജാവർഷ പുരസ്കാരം നേടിയത് PS ശ്രീധരൻപിള്ള. ചന്ദ്രനിൽ ഐസ് ശേഖരം ഉണ്ടെന്ന് കണ്ടെത്തിയ ISROയുടെ ദൗത്യമാണ് ചന്ദ്രയാൻ 2-ന്റെ ഡ്യുവൽ ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പോർച്ചർ റഡാർ ആണ് കേട്ടോ. അതായത് ചന്ദ്രനിൽ ഐസ് ശേഖരം ഉണ്ടെന്ന് കണ്ടെത്തിയ ISROയുടെ ദൗത്യമാണ് ചന്ദ്രയാൻ 2-ന്റെ ഡ്യുവൽ ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പോർച്ചർ റഡാർ. ഡിമേഷ്യ ബാധിതരെ സംരക്ഷിക്കാൻ സർക്കാർ സഹായത്താൽ ഒരുക്കുന്ന പകൽ വീടാണ് ഓർമ്മത്തോണി. ഡിമെൻഷ്യ ബാധിതരെ സംരക്ഷിക്കാൻ സർക്കാർ സഹായത്താൽ ഒരുക്കുന്ന പകൽ വീടാണ് ഓർമ്മത്തോണി. ഏത് നവോത്ഥാന നായകന്റെ 100-ാം ചരമ വർഷമാണ് 2024 മെയ് 5-ന് ആചരിക്കുന്നത്? ചട്ടമ്പിസ്വാമികൾ. അപ്പോൾ ഏത് നവോത്ഥാന നായകന്റെ 100-ാം ചരമ വാർഷികമാണ് 2024 മെയ് 5-ന് ആചരിച്ചത്? ചട്ടമ്പിസ്വാമികൾ ആണ് കേട്ടോ. രാജ്യത്തെ തദ്ദേശീയ ബോംബർ വിമാനമാണ് FWD-200B കേട്ടോ. FWD-200B ആണ് രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊഫസർ MK സാനു ഫൗണ്ടേഷൻ നൽകുന്ന ഗുരുപ്രസാദ് അവാർഡ് ലഭിച്ചത്? S സോമനാഥൻ. പ്രൊഫസർ MK സാനു ഫൗണ്ടേഷൻ നൽകുന്ന ഗുരുപ്രസാദ് അവാർഡ് ലഭിച്ചത് S സോമനാഥൻ. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ജില്ലയാണ് പാലക്കാട്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ജില്ല പാലക്കാട്. ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചത് 2024 ഏപ്രിൽ 27-ന് 41.8 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അന്നത്തെ താപനില കേട്ടോ. അപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചത് ജില്ല പാലക്കാടാണ്. എന്നാണ് പ്രഖ്യാപിച്ചത്? 2024 ഏപ്രിൽ 27-നാണ് പ്രഖ്യാപിച്ചത്. അന്നത്തെ താപനില എന്ന് പറയുന്നത് 41.8 ഡിഗ്രി സെൽഷ്യസ്. ഈ ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നതിന് ഉള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ശരാശരി താപനില 4 ഡിഗ്രി കൂടുക. ശരാശരി താപനില 4 ഡിഗ്രി കൂടണം. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ 2 വ്യത്യസ്ത കാലാവസ്ഥാ നിരീക്ഷണ മാപിനികളിൽ 40 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂട് തുടർച്ചയായി ഏതാനും ദിവസങ്ങൾ രേഖപ്പെടുത്തുക. ഈ 2 ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഉഷ്ണതരംഗം പ്രഖ്യാപിക്കാവുന്നതാണ്. അതായത് ശരാശരി താപനില 4 ഡിഗ്രി കൂടുക, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ 2 വ്യത്യസ്ത കാലാവസ്ഥാ നിരീക്ഷണ മാപിനികളിൽ 40 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂട് തുടർച്ചയായി ഏതാനും ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയാൽ ഉഷ്ണതരംഗം പ്രഖ്യാപിക്കാവുന്നതാണ്. നാസയുടെ ലാൻഡ്സാറ്റ് ഉപഗ്രഹം ഗുജറാത്തിലെ ബെനി സമതലത്തിൽ കണ്ടെത്തിയ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഉൽക്കാപതനത്തെ തുടർന്ന് രൂപപ്പെട്ട ഗർത്തമാണ് ലൂണ ഇമ്പാക്ട് ക്രേറ്റർ. ലൂണ ഇമ്പാക്ട് ക്രേറ്റർ ആണ് ഇത് നാസയുടെ ലാൻഡ്സാറ്റ് ഉപഗ്രഹം കണ്ടെത്തിയിട്ടുള്ളത്. അതായത് 1000 വർഷം പഴക്കമുള്ള ഉൽക്കാപതനത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഗർത്തം ആണ് ലൂണ ഇമ്പാക്ട് ക്രേറ്റർ. അടുത്തത് 2014 മെയ്
25-ന് രജത ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കേട്ടോ. 2024 മെയ് 25-ന് രജത ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം, അത് 25ാം വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. അടുത്തത്, ചട്ടമ്പി സ്വാമിയുടെ പൂർണ്ണകായ പ്രതിമ അനാവരണം ചെയ്തത് വിദ്യാധി രാജപുരം ആലപ്പുഴ കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ പൂർണ്ണകായ പ്രതിമ അനാവരണം ചെയ്തത് വിദ്യാധി രാജപുരം ആലപ്പുഴ. അടുത്തത്, 2024 മെയ്യിൽ 80ാം വാർഷികം ആഘോഷിക്കുന്ന ബഷീറിന്റെ കൃതിയാണ് ബാല്യകാലസഖി കേട്ടോ. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതി 80ാം വാർഷികം ആഘോഷിക്കുന്ന 2024 മെയ്യിൽ 80ാം വാർഷികം ആഘോഷിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതിയാണ് ബാല്യകാലസഖി. അപ്പോൾ ഇത്രയുമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. നമ്മളിതിന് മുമ്പ് 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഓരോ ടോപ്പിക് വൈസ് തന്നെ LPPന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പഠിക്കുക.